ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ നന്നായി എടുക്കാമെന്ന് വിചാരിച്ചാലും നടക്കാറില്ല കേട്ടോ. ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് സമയവും. എന്നാലും എന്താ പറയുക, എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പുഷ്പേച്ചി ഇന്ന് സദ്യ ആക്കുന്നു കേട്ടോ. എന്തായാലും തിരുവോണത്തിൻ്റെ വീഡിയോ പൂർണ്ണതയിലെത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മളെ തലേന്നത്തെ ദിവസത്തെ കാര്യങ്ങളും പിറ്റേ ദിവസത്തെ തിരുവോണത്തിലെ കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് അപ്പോൾ പുഷ്പേച്ചിൻ്റെ വീട്ടിൽ ഇപ്രാവശ്യം ഓണ സദ്യ കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ കണ്ണൂർക്കാർ എന്തായിട്ടും സദ്യയുടെ കൂടെ നോൺ വെജ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഏതായാലും ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പ പണിയാവുമല്ലോ. അല്ലാതെ സദ്യയൊക്കെ ആക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ബിരിയാണി ആക്കുമ്പോഴത്തേക്ക് തന്നെ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ സദ്യയൊക്കെ ആക്കുമ്പോഴേക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഞാൻ ബിരിയാണിയിൽ തന്നെ ഉറച്ചു വന്നിട്ടുണ്ടായിരുന്നു. പുഷ്പിച്ച് പ്രാവശ്യം സദ്യ ആക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ തലേ ദിവസത്തെ കാര്യങ്ങളാട്ടോ ഇത്രയും സമയം കണ്ടത്. അപ്പോൾ തലേ ദിവസം പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അതിനും അച്ചും എല്ലാവരും അവിടെയുള്ള കുട്ടികളും എല്ലാവരും കൂടെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് പച്ചക്കറിയൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ ഞാനും പായസത്തിനുള്ള പയറും അതൊക്കെ വറുത്ത് വെച്ചു. പായസത്തിനുള്ള പയർ വറുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യം തന്നെ കേട്ടോ. ഒരുപാട് സമയം എടുക്കും അതിന് തന്നെ. അതുകൊണ്ട് പിറ്റേ ദിവസം അതിനായിട്ട് മെനക്കെടാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെയൊക്കെ നെയ്യൊക്കെ ഒഴിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വലിയ പണിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. ബാക്കി കാണാം കേട്ടോ. സ്പെഷ്യല് നല്ല മണലുണ്ടല്ലോ. എന്തോ വേറെ തന്നെ ഒരു മണം. അച്ചാറെടുത്തിനാ വെറുതെ അല്ല കാണിക്കട ഇടക്കേ. ഈ ഒരു പൂ മാത്രമേ സ്റ്റേജ് കൊണ്ടുവന്നിട്ട് നാടാർ മല്ലിക അല്ലേ? അല്ല, റോസ് ഉണ്ട് കേട്ടോ അതിൽ. ഇതല്ലേ ആ ചേട്ടാ വെച്ച എൻ്റെ അമ്മ ഇത് വൃത്തിയാക്കാൻ പണിയില്ല. പൂ അപ്പം അച്ചൂട്ടൻ പൂ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അച്ചൂട്ടന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവൻ നേരത്തെ പേപ്പറൊക്കെ വിരിച്ച് പൂ വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി പൂവൊക്കെ കൊണ്ടുവരണം അത്ര കേട്ടോ. ഇത് കുറച്ച് പൂവേ ഉള്ളൂ. അപ്പോൾ ബാക്കി പൂവൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് വൃത്തിയാക്കി വെക്കാമെന്നില്ലേൽ അച്ചൂട്ട് നേരത്തെ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. അച്ചൂട്ടൻ പുഷ്പേച്ചിയുടെ അടുത്ത് പോയിട്ട് പൂവൊക്കെ വൃത്തിയാക്കുന്നതുകൊണ്ട് നമ്മുടെ അടുത്ത് ആരുമില്ല കേട്ടോ പൂ വൃത്തിയാക്കാൻ. അപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഒറ്റയ്ക്ക് പാവം പൂവൊക്കെ വൃത്തിയാക്കി തന്നു. രാവിലെ ഓണപ്പൂക്കളം ഇട്ടതും അവനാട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അവൻ ഓണപ്പൂക്കളം ഇട്ടു. അച്ചൂട്ടൻ എന്തായിട്ടും കിട്ടില്ല. അച്ചൂട്ടൻ അപ്പുറത്താണ് പൂടാൻ പോവാറ്. അപ്പോൾ അതിന് തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്തത് കേട്ടോ. പുഷ്പേച്ചിൻ്റെ അടുത്ത് തലേന്ന് പൂക്കളൊക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ, രാവിലെ ഒരാൾ പൂവിടാൻ വേണ്ടിയിരുന്നതാണ്. ഫോണും നോക്കിക്കൊണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭയങ്കര കൊതുകുണ്ടായിരുന്നു രാവിലത്തെ ആയതുകൊണ്ട്. അത് പുഷ്പേച്ചി കൊതുക് തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് തിരിയെടുത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അനൂട്ടൻ കൂടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അവനൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അത് ഫിനിഷാക്കി കഴിഞ്ഞാൽ എണീക്കും കേട്ടോ. അക്കാര്യത്തിൽ എന്താ പറയുക, ഭയങ്കര സംഭവമാണ്. ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് അത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇറങ്ങും. ഇവിടെ കണ്ടോ, ഇവിടെ ഒരാൾ ഫോണിൽ നോക്കി നമ്മളൊരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെല്ലെ സാവധാനം ഇടക്ക് നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ അവൻ ആ പൂ പകുതിക്ക് ഇട്ടിട്ട് ഓടുന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. കൂടുതലുണ്ട് മറിയൂ. പായസത്തിന് വേണ്ടി വെള്ളം ഇതാ ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചുരുക്കി എങ്ങനെ ഒന്ന് എടുത്തു വെക്കാൻ മതി. സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി അല്ലേ, ഇഞ്ചിക്കറി, പപ്പടം, കൂട്ടുകറി, ഇതാ നോക്ക്, വറവ്, പുളിയിഞ്ചി. ഇതെല്ലാം പുഷ്പേച്ചിന്റെ ഇന്നത്തെ സ്പെഷ്യൽ. പഴെല്ലാം ഉണ്ട് കേട്ടാ, പഴം. ഉപ്പേരി, ഇവിടുത്തെ പായസം ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കി കേട്ടോ. കണ്ണൂർക്കാരെ സ്പെഷ്യൽ, കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, ചിക്കൻ കറി അത് മതി. കോളേജ് കൊണ്ടോട്ട്